പോളാർ കോർഡിനേറ്റ്സ് നിങ്ങൾ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഇമാജിനറി നമ്പർ അല്ലെ കോംപ്ലക്സ് നമ്പർ അങ്ങോട്ടൊക്കെ വന്ന സമയത്ത് ചിലപ്പോൾ ഇതിന്റെ ചെറിയൊരു ഐഡിയ കണ്ടിട്ടുള്ളവർ കാണും. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഗ്രാഫിലൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ച്, അതായത് എക്സ് വൈ വാല്യൂസ്, അതിനെ കാർട്ടീഷ്യൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, അതായത് കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സ് വൈ പ്ലെയിനിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇരിക്കുക നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ വൈ വാല്യൂ. പക്ഷേ വേറൊരു തരം സിസ്റ്റം ഉണ്ട്, അതിനെയാണ് പോളാർ കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പോളാർ കോർഡിനേറ്റ്. അതായത് കാർട്ടീഷ്യനിൽ നമ്മളിങ്ങനെ മേളിലും താഴോട്ടും ഇങ്ങനെ വര വരച്ച് മറ്റേ ഹാഷ് 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 പോലെ വര വരച്ചിടുന്നതിന്റെ കൂട്ട് ജസ്റ്റ് ചുമ്മാ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു. സംഭവം ഒന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പോയിന്റ് ഇരിക്കുന്നു. ഓക്കെ, ഈ പോയിന്റിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിനും വൈക്കും വരെ ഉപയോഗിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സെന്ററിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 6. രണ്ട്, സെന്ററിൽ നിന്ന് അതിൽ കാണുന്ന ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന തീറ്റ. കണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇത് ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന തീറ്റ ആംഗിളും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആർ ഡിസ്റ്റൻസും, ഇത് രണ്ടുമാണ് ശരിക്കും നമ്മുടെ പോളാർ കോർഡിനേറ്റ് പറയുന്നത്. ഓക്കെ, ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സിസും ആയിട്ട് തോന്നും. നിങ്ങളെ തെറ്റിദ്ധരിച്ചോണ്ട് കുഴപ്പമില്ല. ഇത് ശരിക്കും അങ്ങനെ തന്നെ. നമ്മൾ ഈ മാത്സ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം ഉണ്ടല്ലോ, ഈ എക്സ് വൈ ആക്സിസ് ഉള്ള കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്റെ മേളിലോട്ട് നമ്മൾ ഈ പോളാർ സിസ്റ്റം കൊണ്ടുപോയി വെക്കും. അങ്ങനെയാണ് നമ്മൾ സാധാ യൂഷ്വലി പറയാറ്, ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പ്രോ മാത്തമാറ്റീഷ്യൻ ഒന്നുമല്ല. ഓക്കെ, അപ്പം പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇവിടെ കാണുന്നത്. ശരിക്കും പോളാർ കോർഡിനേറ്റ് പറഞ്ഞാൽ, പോളാർ കോർഡിനേറ്റ് ഒരു പോയിന്റ് നമ്മൾ കുത്തും, അതിനെയാണ് സെന്റർ എന്ന് വിളിക്കുന്നത്. അവിടുന്ന് ഈസ്റ്റിലോട്ട് നേരെയാണ് ഒരൊറ്റ ആക്സിസ് ആവുന്നത്. ആ ആക്സിസിന്റെ പേര് പോളാർ ആക്സിസ് എന്നാണ്. ഓക്കെ, എന്നിട്ട് ആ പോളാർ ആക്സിസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര തീറ്റ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ശരിക്കും പോളാർ ആക്സിസിൽ നടക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൽ ഇൻഡെപ്ത് നോളജ് ഇല്ല. എനിക്ക് ഈ കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്റെ മേളില് പോളാർ സിസ്റ്റം ഇരിക്കുന്ന നോളജ് ഉള്ളത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ചിലർക്ക് സംശയം തോന്നും, എന്തിനാ രണ്ടുകൂടെ? കാരണം കാർട്ടീഷ്യൻ സിസ്റ്റം വർക്ക് ചെയ്യുമല്ലോ, എന്നാ പിന്നെ എന്തിനാ പോളാർ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പോളാർ സാധനം ഇല്ല നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല. അതായത് നമ്മുടെ ട്രിഗണോമെട്രിയിൽ ആക്ച്വലി പറയാറുള്ള എന്താ, ഈ കാണുന്ന റൊട്ടേഷൻ അല്ലേ? ഈ റൊട്ടേഷൻ പറയണേ നമുക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം പറ്റത്തില്ല, നമുക്ക് പോളാർ കോർഡിനേറ്റ് തന്നെ വേണം. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ സാധാ യൂഷ്വലി വെച്ച് കണ്ടിട്ടുള്ളത് ഈ കാണുന്ന നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്റെ മേളിൽ ഈ പോളാർ കോർഡിനേറ്റ്സിനെ എംബഡിയിൽ വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ രണ്ടിന്റെയും ബെസ്റ്റ് കിട്ടും നമുക്ക്. രണ്ടിന്റെയും ബെസ്റ്റ് ആണ് ചിലർക്ക് തോന്നും. ആണ് ഈ കാർട്ടീഷ്യൻ സിസ്റ്റം ഫ്ലാറ്റ് ലൈൻസ് അല്ലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇരിക്കുന്ന ഒബ്ജക്ട്, അതിനെയൊക്കെ കുറിച്ച് പറയാൻ കിടിലുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ പോളാർ കോർഡിനേറ്റ്സ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന കേസുകൾ പറയാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ട്രിഗണോമെട്രി നമുക്ക് ഇവിടെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നത്. മനസ്സിലായോ? അതായത് ഒരു സ്ക്വയർ നമ്മൾ ഇവിടെ വരച്ചു വെച്ചാൽ അതിന്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം എടുത്താൽ മതി. മനസ്സിലായോ? പക്ഷേങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്കൻഡോ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയോ പറയണേ നമുക്ക് ഈ റൊട്ടേറ്റിംഗ് പോളാർ കോർഡിനേറ്റ് എടുത്തേ പറ്റൂ. ഇത് തലയിരിക്കാൻ നോക്കിയാൽ നൈറ്റ് മെയർ ആയി പോകും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ബേസിക്കലി പോളാർ കോർഡിനേറ്റിൽ എന്താ ബേസിക്കലി ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, സെന്റർ. അതും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇത് ആറും, ഇത് പോളാർ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയും നമ്മൾ യൂഷ്വലി നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്റെ മേളിലാണ് ഇതിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് എക്സും ഇത് വൈ ആക്സിസും തന്നെ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആറും ഈ തീറ്റ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, ഇനി ഇത് ആറാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്താ? ആ ലെങ്ത് ആണ് ആർ കോസ് തീറ്റ. അതെങ്ങനെ വന്നാൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ട്രിഗണോമെട്രിയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ആറ്, ഇത് തീറ്റ. ഈ തീറ്റയെ സംബന്ധിച്ചിടത്തോളം കോസ് തീറ്റ എന്തോന്നാ? കോസ് തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആർ. മനസ്സിലായോ? അതായത് കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആർ. അങ്ങനെ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു ആർ, അതായത് ആർ കോസ് തീറ്റ. കണ്ടോ? അതേപോലെ തന്നെയാണ് ഇത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ ആവുന്നത്. അതെങ്ങനെ? ഇവിടെ നോക്കിയാൽ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആർ, സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആർ ആണെങ്കിൽ ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കിട്ടിയേ. അപ്പൊ ഈ കാണുന്നതാണ് ആർ സൈൻ തീറ്റ. നമ്മൾ ഓൾറെഡി നമ്മുടെ ആർക്ക് ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര കൊണ്ട് എന്നുള്ള പറയാം. ഓക്കെ, അപ്പൊ എന്താ ഇത് ഇവിടം വരെ ഉള്ളത് നമ്മുടെ എക്സ് ആക്സിസിലുള്ളതല്ല. അപ്പൊ ഈ വാല്യൂ എക്സ് എന്ന് വിളിക്കുക, അതായത് അഡ്ജസന്റ് സൈഡിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കുക. അതായത് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് വൈ വാല്യൂ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിൽ റിപ്രസെന്റ് ചെയ്യാറ്, എക്സിനെയും വൈയെയും. ഓക്കെ, അതായത് ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റിന്റെ എക്സ്, അതായത് എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് വെച്ചാൽ ആർ കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് എന്താണെന്ന് വെച്ചാൽ ആർ സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അതായത് ബേസിക്കലി ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്, ആർ കോസ് തീറ്റ. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് ആർ സൈൻ തീറ്റ. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, കാരണം ഇതല്ലേ എക്സ് വാല്യൂ, കണ്ടില്ലേ? 0 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ പോയിന്റ് നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ്. ഇത് 0 സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എൻഡ് ചെയ്ത് ഈ പോയിന്റ് നമ്മൾ വൈ എന്ന് വിളിച്ചാൽ ഇവിടം വരെയുള്ള ലെങ്ത് വൈ. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഓക്കെ, കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സും അത് തന്നെയാണ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആർ കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് ആർ സൈൻ തീറ്റ. ഓക്കെ, അത് വിട്ടത്. ഇത് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്താ, ഇതൊരു ഈ പോളാർ കോർഡിനേറ്റ് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ മേളിൽ ഇരിക്കുന്നോണ്ടാ, അത് മനസ്സിലാക്കണം. സാധാ യൂഷ്വലി അങ്ങനെ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു നോക്കി. ഇതെന്ത് നമ്മൾ ഈ കാണുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പൈതഗോറസ് തിയറി വെച്ചിട്ട് പ്രോപ്പർട്ടി പറയുന്നുണ്ടല്ലോ. എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആരാ? ആർ. ഇവിടുത്തെ ഈ ഹൈറ്റ് ആരാ? ഈ വൈ, അതായത് ആർ സൈൻ തീറ്റ. ഇവിടുത്തെ ഈ ബേസ് ആരാ? എക്സ്, ആർ കോസ് തീറ്റ. സോ ബേസിക്കലി ഇവിടെ പറയുന്നത് വെച്ചാൽ ആർ സ്ക്വയർ ഈക്വൽ ടു ദിസ് വൈ സ്ക്വയർ പ്ലസ് ദിസ് എക്സ് സ്ക്വയർ എന്നാ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആംബിഗ്യൂറ്റി എന്ന് പറയും. അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാ. എന്നാൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാ. ആറ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണോ അതോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണോ? അതാ ക്വസ്റ്റ്യൻ. കണ്ടോ? ഈ മെത്തേഡ് വെച്ചിട്ട് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടിയാൽ ആർ എന്താന്ന് ചോദിച്ചാൽ ആക്ച്വലി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല. ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആ. സോ ആർ ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിന്റെ അർത്ഥം എന്താ? ആർ ഒന്നെങ്കിൽ ഇങ്ങോട്ട് കാണുന്ന പോസിറ്റീവ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെ ആർ ഒന്നെങ്കിൽ മേ ബി ഇങ്ങോട്ട് കാണുന്ന നെഗറ്റീവ് ഡിസ്റ്റൻസ് ആവാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആറ് ഇങ്ങോട്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട്, മനസ്സിലായില്ല കാര്യം കണ്ട എന്താന്ന് ഞാൻ പുറകെ പറഞ്ഞതാ. ജസ്റ്റ് തൽക്കാലം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആറ് പോസിറ്റീവ് ആവാം, ആറ് നെഗറ്റീവ് ആവാം. ഓക്കെ, അതെന്താന്ന് വിഷ്വലി കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് എടുത്താൽ എന്താ കിട്ടും? ഇവിടെ വൈ എന്തോന്നാ? ആർ സൈൻ തീറ്റ. എക്സ് എന്തോന്നാ? ആർ കോസ് തീറ്റ. അപ്പം വൈ ഡിവൈഡ് ബൈ എക്സ് എടുത്ത ആർ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും. അതായത് വൈ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വൈ ബൈ എക്സ് ആണോ അതോ നെഗറ്റീവ് വൈ ബൈ നെഗറ്റീവ് എക്സ് ആണോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇവിടെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ എന്ത്, ആറ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ തീറ്റ എടുത്താലും തീറ്റ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് കിട്ടിയ വൈ ബൈ എക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? വൈ ബൈ എക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ബൈ നെഗറ്റീവ് എക്സ് ഇങ്ങനെ എഴുതാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആറ് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, വൈ പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, എക്സ് പോസിറ്റീവ് നെഗറ്റീവ് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പേടിക്കേണ്ട, അത് വിഷ്വലി കാണിച്ചു തരാം. എന്താ സാധനം എന്ന് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ സാധനം എന്തോ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഐ നീഡ് യുവർ കംപ്ലീറ്റ് അറ്റൻഷൻ ഹിയർ. കാരണം തിരിഞ്ഞോ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആറ് പോസിറ്റീവ് നെഗറ്റീവ് ആവുക. തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വൈ ബൈ എക്സ് ആണോ, അതായത് വൈയും എക്സും ഒരു വാല്യൂ വൈ ബൈ എക്സ് ആണോ അതോ നെഗറ്റീവ് വൈ ബൈ നെഗറ്റീവ് എക്സ് ആണോ എന്ന്. അതിന്റെ ആക്ച്വൽ റെലവൻറ്റ് എന്താണ്? ഞാൻ ആദ്യം ഇതെടുക്കാം. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇത് പറയുന്നത് എന്താ? ഇത് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് തീറ്റ, അതായത് എന്റെ ആംഗിൾ എത്രയാണ് അതറിയാൻ വേണ്ടിയാണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എടുക്കുന്നത്. അപ്പൊ സപ്പോസ് എന്റെ എക്സാമ്പിളിൽ വൈ എന്ന് പറയുന്നതിനെ നമ്മൾ 1ഉം എക്സ് എന്ന് പറയുന്നതിനെ നെഗറ്റീവ് 1 എന്നും എടുത്താം. അതായത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന പൊസിഷൻ വൈ 1ഉം എക്സ് നെഗറ്റീവ് 1ഉം ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആണ്ടേ, അത് കറങ്ങി ഇവിടെ വന്നിരിക്കുമല്ലേ. ആണ്ടേ, ഇത്
എക്സ് ഈക്വൽ ടു -1ഉം ഇത് y ഈക്വൽ ടു 1 ആണെന്ന് വെച്ചോ. അങ്ങനെയാണ് എൻ്റെ തീറ്റ എന്താ, ഇത്രയല്ലേ, ഇതല്ലേ എൻ്റെ തീറ്റ. ഇതാണ് ബേസിക്കലി എന്ത് ഈ ഇക്വേഷൻ തരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മളൊരു പ്രശ്നം പറഞ്ഞു, y/x ആണോ അതോ -y/-x ആണോ, അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ y/xന്റെ കേസിൽ y1ഉം x -1ഉം എടുക്കുന്നതെങ്കിൽ -y/-xന്റെ കേസിൽ ഈ y -1ഉം x 1 ഉം. മനസ്സിലായോ? അതായത് y/xന്റെ കേസിൽ y1ഉം x -1ഉം ആണെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് -1 എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം -y/-x എടുത്താൽ ഈ കാണുന്ന y നമ്മുടെ നേരത്തെ 1 ഇപ്പൊ -1ഉം ഈ കാണുന്ന x നമ്മുടെ നേരത്തെ -1 ഇപ്പൊ 1 ഉം. അതെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് -1 എന്ന് കിട്ടും. രണ്ടിലും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഒന്നാ. കാരണം y1 x -1 ആയിരിക്കുന്ന സമയത്തും y -1ഉം x 1 ആയിരിക്കുന്ന സമയത്തും നമുക്ക് റിട്ടേൺ ചെയ്യുന്ന തീറ്റ സെയിം തന്നെ. പക്ഷെ അങ്ങനെയാണോ ശരിക്കും നടക്കുന്നത്? അല്ലല്ലോ. 1ഉം നമ്മുടെ ആദ്യത്തെ കേസ് y1 x -1 ആയിരിക്കുന്ന സമയത്ത് അവൻ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, നമുക്കറിയാം. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ, y നെഗറ്റീവും x പോസിറ്റീവ് ആണെങ്കിലോ അവന്റെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, നേരെ ഫോർത്ത് ക്വാഡ്രന്റിലല്ലേ. അപ്പൊ പറഞ്ഞ ആംഗിൾ മാറിപ്പോയില്ലേ. അതായത് ആദ്യം പറഞ്ഞ ആംഗിൾ ഇതല്ലേ, പക്ഷെ അതേ കാര്യത്തിൽ തന്നെ ആംഗിൾ ഇതും ആയിക്കൂടെ. നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇതിനെ കുറിച്ചാണോ പറഞ്ഞത് അതോ ഇതിനെ കുറിച്ചാണോ പറഞ്ഞതെന്ന്? ഒരു വല്ലാത്തവരും കൺഫ്യൂഷൻ ആയിപ്പോയില്ലേ. ഇതാണ് പ്രശ്നം. ഇതിനാണ് ആംബിഗ്യൂറ്റി. അതായത് ഇതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഏത് ക്വാഡ്രന്റ് ആണ് ആക്ച്വലി പറയാൻ പറ്റത്തില്ല. ഇനി ഈ രണ്ടാമത്തെ കേസ് അത് പറയാം. ഇത് +or-6 കിട്ടുന്ന കേസ്. ഓക്കെ, എൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് 1 - 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ലാൻഡ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് r കണ്ടുപിടിക്കാം. r ഈക്വൽ ടു √1² പ്ലസ് -1². അപ്പൊ എന്ത് കിട്ടും, r ഈക്വൽ ടു √2 എന്ന് കിട്ടും. ആ √2 എനിക്ക് +or-√2 എന്നാണ് കിട്ടുന്നത്. ഇവിടെ ആക്ച്വലി ഇവിടാണ് കറക്റ്റ് കാര്യം. വാട്ട് ഈസ് ദാറ്റ് +or-√2? അതെന്താന്ന് പറഞ്ഞുതരാം. അതായത് എനിക്ക് വന്ന് ലാൻഡ് ചെയ്യേണ്ടുന്നത് ഈ 1 - 1 ഓക്കെ, എന്റെ റേഡിയസ് +√2 ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ കറങ്ങി ഇവിടം വരെ വരണം. വേണ്ട, അതായത് ഈ കേസ് നോക്കി എക്സാക്ട്ലി ഇത് തന്നെ. ഓക്കെ, ഞാൻ ഇവിടുന്ന് എനിക്ക് 1 - 1 വന്ന് ലാൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് കറങ്ങി ഇങ്ങനെ എത്തണം. മനസ്സിലായോ? +√2 ആണെന്നുള്ള കേസ്. -√2 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ബേസിക്കലി ഇത് മനസ്സിലാക്കണം. 6 +or- വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 6 നെഗറ്റീവ് വരുന്നതിന്റെ സോൾ റീസൺ എന്ന് വെച്ചാൽ ഡയറക്ഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ട ഇത്രയും തീറ്റ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് 6 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇങ്ങോട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേങ്കിൽ r ഈക്വൽ ടു √2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അതാണ്. കണ്ടോ, ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അങ്ങോട്ടാ ഫേസ് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ, അതായത് 1 - 1 തന്നെ നമ്മൾ വന്ന് ലാൻഡ് ചെയ്യണം. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച r -2 ആണെങ്കിൽ ഇവിടെ നേരെ അങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്. അങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ പറയാ, ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന തീറ്റ എന്താ, ഇവിടുന്ന് ഇവിടം വരെയാ. മനസ്സിലായോ? അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ 3π/4 ആ. ഓക്കെ, ഇതാണ് ബേസ് ഡിഫറൻസ്. മേ ബി ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നാൽ എന്താ പുറമോട്ട് നടക്കുന്നത്. അതായത് പോസിറ്റീവ് കൂട്ടാനപ്പോ നോർമൽ നേരെ താഴോട്ട് 1 - 1 തന്നെ ലാൻഡ് ചെയ്തു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതായത് നേരെ ഇങ്ങോട്ടല്ല, പകരം ഇങ്ങോട്ട്. കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോഴാണ് നമ്മുടെ വേണ്ട, ഇവിടുന്ന് കറങ്ങി നമ്മൾ ഇവിടം വരെ വരുമ്പോഴാണ് നമ്മുടെ 7π/4 കിട്ടുന്നതെങ്കിൽ ഇപ്പൊ 6 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടുന്ന് നേരെ തിരിഞ്ഞാ നോക്കുന്നത്. അപ്പൊ എന്താ, ഇവിടുന്ന് ഇവിടം വരെ വന്നാൽ മതി. കാരണം എഫക്റ്റീവായിട്ട് അങ്ങോട്ടാ പോകുന്നത്. കണ്ടോ, 6 ഇങ്ങോട്ടല്ല എഫക്റ്റീവായിട്ട് വരുന്നത്, 6 എഫക്റ്റീവായിട്ട് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ തീറ്റ ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളു. കണ്ടോ, ഇതാണ് വ്യത്യാസം, നെഗറ്റീവ് റേഡിയസ്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഓരോ കാര്യം കാണും. ഇവിടെ രണ്ടിടത്തും റേഡിയസ് √2 ആയിട്ടും എന്തുകൊണ്ടാണ് ഒരിടത്ത് തീറ്റ ഈക്വൽ ടു -π/4 ഒരിടത്ത് തീറ്റ ഈക്വൽ ടു 7π/4. രണ്ട് സെയിമാ, വേറെ ഒന്നുമില്ല. അതായത് നമുക്ക് 1 - 1 ലാൻഡ് ചെയ്യണമെങ്കിൽ ഒന്നീ കറങ്ങി ഇങ്ങനെ എത്താം, അല്ലെങ്കിൽ കറങ്ങി ഇങ്ങനെ എത്താം. സോ ആ രണ്ട്
റെപ്രസെന്റേഷനും ആക്ച്വലി ഇവിടെ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ? 1 -1 ലാൻഡ് ചെയ്യുക. അതിന് വേണമെങ്കിൽ ഒന്ന് ഇതുവഴി മൊത്തം കറങ്ങി ഇവിടെ വരാം, അല്ലെ കറങ്ങി ഇവിടെ വരാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടില്ല ആംബിഗ്യൂറ്റിയുടെ. സോ ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വഴിയുണ്ട്. നമ്മൾ ചെയ്യുന്ന വഴി എന്ത്? യൂഷ്വലി ആറിനെ പോസിറ്റീവായിട്ട് എപ്പോഴും എടുക്കാറ്. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ തീറ്റ. നമ്മളെപ്പോഴും ആംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിള് -πയുടെ ഇടയ്ക്കായിട്ടാ, അല്ലെങ്കിൽ 0യുടെയും 2πയുടെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ് സാധാ ആംഗിളിനെ എടുക്കുമ്പോൾ. അതായത് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ ആർ എപ്പോഴും ഇനി തൊട്ട് റൂട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാ, പോസിറ്റീവ് ഇട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഇതിൽ ഏതെങ്കിലും ഒന്നാ യൂഷ്വലി നമ്മൾ എടുക്കാറ്. ഓക്കെ, അതിനകത്ത് ഈ കാണുന്നുണ്ടോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്ന് പറഞ്ഞതാണ് ഉണ്ടോ. ഇതിൻ്റെ അകത്ത് വരാൻ പറ്റുന്ന എല്ലാ തീറ്റയും പോസിറ്റീവ് ആയിരിക്കണം. എല്ലാ തീറ്റയും പോസിറ്റീവ് ആണ് എന്നതിന്റെ അർത്ഥം എന്താ? ഈ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. അതായത് ഇവിടെ നോക്ക്, ഇവിടെ എനിക്ക് 1 -1 ലാൻഡ് ചെയ്യാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി, തീറ്റ കിട്ടും -π/4, അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ കറങ്ങി ഇവിടം വരെ ഫുള്ള് കറങ്ങി ഇവിടം വരെ വന്ന് എനിക്ക് ലാൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ തീറ്റ നെഗറ്റീവ് ആണ്, ഇവിടുത്തെ തീറ്റ പോസിറ്റീവ് ആണ്. നമ്മുടെ ഈ കൺവെൻഷനിൽ പറയുന്നത് തീറ്റ പോസിറ്റീവ് ആയാൽ മതി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അതിന്റെ അർത്ഥം നീ 0 സ്റ്റാർട്ട് ചെയ്തോ, നിനക്ക് 2π വരെ റേഞ്ച് ഉണ്ട്. ഓക്കെ, നിനക്ക് 1 -1 ലാൻഡ് ചെയ്യുന്നേ നീ ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ എത്തിക്കോ. അല്ലാതെ ഇവിടുന്ന് നേരെ താഴോട്ട് ഷോർട്ട് കട്ട് ഇറങ്ങണ്ട. അവൻ നെഗറ്റീവാ, നീ നെഗറ്റീവ് പോണ്ട, നീ പോസിറ്റീവ് മാത്രം പോയാൽ മതി. ഇത് ലോങ്ങസ്റ്റ് വേ ആണെങ്കിൽ ലോങ്ങസ്റ്റ് വേ ചൂസ് ചെയ്തോ, ഷോർട്ടസ്റ്റ് വേ ചൂസ് ചെയ്യണ്ട. അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ -θ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്കൊരു ബാരിയർ ഇട്ട് വെക്കുക. അതായത് ഒന്നെങ്കിൽ നീ ഇവിടം തൊട്ട് ഇവിടം വരെ പോയാൽ മതി, അല്ലെങ്കിൽ നീ ഇവിടം തൊട്ട് ഇവിടം വരെ പോയാൽ മതി, അല്ലാതെ നീ മൊത്തം കറങ്ങാൻ നിൽക്കണ്ട. അതാണ് ബേസിക്കലി അത് പറയുന്നത്. യൂഷ്വലി ഇവിടം തൊട്ട് ഇവിടം വരെ, അല്ലെ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ അകത്തായിരിക്കുമല്ലോ നമ്മുടെ പോയിന്റ് എവിടെയെങ്കിലും വരുന്നത്. ഓക്കെ, അതിവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ നീ ഇവിടുന്ന് കറങ്ങി ഹാഫ് വരെയും കറങ്ങിയിട്ട് പിന്നെ നീ കറങ്ങണ്ട, നീ ഹാഫ് വരെ കറങ്ങി നിർത്തിക്കോ, അതിൻ്റെ അകത്ത് ഇല്ലല്ലോ, എന്നാൽ ഷോർട്ട് കട്ട് പിടിച്ച് നേരെ താഴോട്ട് ഇറങ്ങിക്കോ. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, രണ്ടിലേതേലും ഒരു വഴി മാത്രം എടുത്താൽ മതി. നീ ഹാഫ് സർക്കിൾ മാത്രം കറങ്ങിയാൽ മതി, ഫുള്ള് കറങ്ങണ്ട. ഇവിടെ അങ്ങനല്ല, ഇവിടെ ഫുള്ള് കറങ്ങണേ നീ ഫുള്ള് കറങ്ങിക്കോ. ഏത് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 2π. ഇതങ്ങനല്ല, നീ ഹാഫ് വരെ കറങ്ങിയാൽ മതി, ഹാഫ് വരെ കറങ്ങിയാൽ മതി, പിന്നെ അതിന് മേലോട്ട് കറങ്ങാൻ നിൽക്കണ്ട. അതിന് മേലോട്ടാണെങ്കിൽ അപ്പോൾ താഴെ നോക്കിക്കോളും, ഷോർട്ട് കട്ട് നോക്കിക്കോളും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബേസിക്കലി അത്രയേ ഉള്ളൂ. ഐഡിയ കത്തിയല്ലോ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാൻ ഇത് മാത്രമേ ഉള്ളൂ, 6 നെഗറ്റീവ് വരുമ്പോൾ എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നു. അതായത് യൂഷ്വലി ഇവിടെ 6 √2 ആണെങ്കിൽ അത് ഇങ്ങോട്ടാണ് നമ്മൾ യൂഷ്വലി 6 വരയ്ക്കാറ് ഡിസ്റ്റൻസ്. അത് നെഗറ്റീവ് ആയെന്നുള്ള നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടല്ല, ഇനി അത് ഇവിടുന്ന് അത് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ടാകുമ്പോൾ അവിടുന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന തീറ്റ വരാ, ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ വരാൻ പറ്റത്തില്ല. ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ വരുന്ന എപ്പോഴാണ്? 6 നേരെ ഇങ്ങോട്ടായിരിക്കുമ്പോഴാണ്. പക്ഷെ 6 നെഗറ്റീവ് ആയതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 6 നേരെ മേലോട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടം തൊട്ട് ഇനി ഇവിടം വരെ കറങ്ങി വരണ്ട, ഇവിടം തൊട്ട് ഇവിടം വരെ വന്നാൽ മതി. അതായത് പറയുന്നത്. ഇനി ലൈൻ സ്കാൻ y = 1 വന്നാൽ, y = 1 വരുന്നതിന്റെ ബേസിക് അർത്ഥം എന്താ? അതായത് y = 1 എന്ന് പറഞ്ഞതാണ്ട് ഇതാണ് എന്റെ കാർട്ടീഷ്യൻ സിസ്റ്റം. y = 1 എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് ലൈൻ. y = 1 വന്നാൽ r = 1/sin θ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടുത്തെ y 1 ആണ്, പക്ഷെ x എന്താന്ന് നോക്കണ്ട, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ പറഞ്ഞ നമ്മുടെ എക്സ് വാല്യൂ. പക്ഷെ y വാല്യൂ എന്താ? ഈ പറയുന്ന 1. അങ്ങനെയാണെങ്കിൽ y = 1 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ r വാല്യൂ y = 1 ടച്ച് ചെയ്യുമായിരിക്കണം. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ എക്സിന് അന്ത്യമൊന്നുമില്ല. ഈ എക്സ് അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാലും, 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 ഇങ്ങോട്ട് വരച്ചാലും, ഇങ്ങോട്ട് വരച്ചാലും, എങ്ങനെ വരച്ചാലും നമുക്ക് എത്താൻ പറ്റൂല. അതായത് എല്ലാം ഈക്വലാ. മനസ്സിലായ? കാരണം എല്ലാം സെയിമാ. കാരണം y = 1 എന്ന് പറഞ്ഞാൽ r = 1/sin θ. ഇവിടെ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിലേഷനാ. മനസ്സിലായി? r = 1/sin θ എന്ന് പറഞ്ഞാൽ ഈ ആറിന്റെ വാല്യൂ കണ്ടോ, ഓരോ വട്ടവും മാറിക്കൊണ്ടിരിക്കും. 6 മാറുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ തീറ്റയും മാറുന്നുണ്ട്. ശ്രദ്ധിച്ചോ?
ഓക്കെ, തീറ്റ വലുതാണ്. ഇവിടെ തീറ്റ കൂടി വരുന്നുണ്ട്, ആറും കൂടി വരുന്നുണ്ട്. ഓക്കെ, അത് ഇവിടെ തീറ്റ ചെറുതാണ്, ആറ് വലുതാണ്. കണ്ട, തീറ്റ ചെറുതായി വരുമ്പോൾ ആറ് വലുതായി വരുന്നുണ്ട്. എവിടെ വരെ? ഇവിടം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റ വലുതാവുന്നതനുസരിച്ച് ആറും വലുതായി വരുന്നുണ്ട്. ഏതൊരു y ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ r ഈക്വൽ ടു 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആറിന്റെയും തീറ്റയുടെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. എന്ത്? y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനിൽ മാത്രം. ഓക്കെ, ഇത് ഒറ്റ ആറും ഒറ്റ തീറ്റയും മാത്രമല്ല ഇവിടെ പറയുന്നത്, ഇവിടെ മൾട്ടിപ്പിൾ ആറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ തീറ്റയാണ് പറയുന്നത്. അത്രേ ഉള്ളൂ, ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ വന്നപ്പോൾ പറയാൻ വിട്ട ഒരു സാധനമുണ്ട്. ഇവിടുത്തെ തീറ്റയ്ക്കും ആറിനും റേഞ്ച് ഉണ്ട്. അത് എത്രയാണെന്ന് അറിയോ? ഓക്കെ, ആ റേഞ്ചിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് y ഈക്വൽ ടു 1 ഈ ലൈനാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലോട്ടാണ് നമ്മൾ പോയിന്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞോണ്ടേ, നമ്മുടെ പോയിന്റ് ഇതാ പോയിന്റ് എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഒരു എക്സും വൈ വാല്യൂ ഉണ്ട്. ഓക്കെ, ആ എക്സും വൈയും ഇപ്പൊ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ സിനാരിയോയിൽ y മാറത്തില്ല, y എപ്പോഴും വണ്ണായിരിക്കും. എക്സ് ഇങ്ങനെ മാറുവാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. കേട്ടോ, എക്സ് ആയിരിക്കും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. അതാണ് ഈ കേസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ തീറ്റയ്ക്കും ആറിനും റേഞ്ച് ഉണ്ട്. എന്താണെന്നറിയും? തീറ്റയുടെ റേഞ്ച് എന്താണെന്നറിയും? തീറ്റയുടെ റേഞ്ച് ഈ 0 തൊട്ട് 180 വരെ, അതായത് 0 തൊട്ട് പൈ വരെയാ. അതായത് ഇപ്പൊ ഞാൻ ഇൻഫിനിറ്റി പോയിന്റ് എടുക്കുന്ന, എക്സ് ഇൻഫിനിറ്റി എടുക്കുന്ന വെച്ചാൽ ഈ ലൈൻ വരച്ച് അങ്ങ് വരെ എത്തും. അപ്പൊ എന്ത് പറ്റും? ആംഗിൾ വളരെ ചെറുതായിരിക്കും. കാരണം ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ആംഗിൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ സ്റ്റിൽ എന്താണ്? സീറോയെക്കാട്ടിലും മേളിലായിരിക്കും. കാരണം സീറോയിൽ എത്താൻ പറ്റത്തില്ല. തീറ്റ എപ്പോഴേലും സീറോയിൽ മുട്ടിക്കഴിഞ്ഞാൽ എന്തോ തീറ്റ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ആറ് ഈ എക്സ് ആക്സിസുമായിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആറ് എക്സ് ആക്സിസിൽ കൂടെ പോയി തുടങ്ങി കഴിഞ്ഞാൽ വൈ സീറോ ആയി പോകും. പക്ഷെ അത് ശരിയല്ലല്ലോ, ഇവിടെ y ഈക്വൽ ടു 1 അല്ലേ. സോ സീറോ അല്ല, സീറോയ്ക്ക് മേളിലായിരിക്കും. ഓക്കെ, സീറോ ലെസ് ദാൻ പിന്നെന്താ? ആർ ലെസ് ദാൻ പൈ ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ എനിക്കറിയത്തില്ല, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. സോ ഇപ്പോഴത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 0യ്ക്കും 180ക്കും ഇടയ്ക്കായിരിക്കും. ഈ 180ക്ക് മേളിൽ പോയാൽ എന്തോ പറ്റുമെന്ന് അറിയാം? 180ക്ക് മേളിൽ പോയാൽ ഈ ആംഗിൾ ഇവിടുന്ന് കറങ്ങി ഇവിടെ എത്തും. ഇവിടെ എത്തിയാൽ പിന്നെ ആറ് ഇങ്ങോട്ടേ വരയ്ക്കും. ഇങ്ങോട്ട് വരയ്ക്കുന്ന ആറ് ഒരിക്കലും വളഞ്ഞു കുത്തി ഇരിയും അത് തൊടാനൊന്നും പറ്റത്തില്ല. നേരെ സ്ട്രൈറ്റ് ആയിട്ട് താഴോട്ട് പോകത്തുള്ളൂ. സോ ആ റേഞ്ച് ഇതാ. ആറിന്റെ റേഞ്ച് എന്താ വെച്ചാൽ ഇൻഫിനിറ്റിയാ. കാരണം ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഇൻഫൈനൈറ്റ് നീളത്തിലുള്ള ആറ് വരികയല്ല. സോ അതാണ് റേഞ്ച്. റേഞ്ച് ഉണ്ട് ഇതിന്. അതുപോലെ ഞാൻ വേറൊരു ക്വിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ആറിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ആറല്ല, ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റില. അതായത് നമ്മുടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മുടെ ആറെന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 വന്ന് കൊള്ളുന്ന ആറുകളുടെ കളക്ഷനാണ്. അതായത് y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. y ഈക്വൽ ടു 1 എന്താ സെന്ററിൽ നിന്ന് ചെന്ന് മുട്ടണം. അതാണ് എൻ്റെ ആറുകൾ. ഓക്കെ, അപ്പൊ ആറ് ഒരൊറ്റ ആറ് മാത്രം നമുക്ക് പല ആറ് വരയ്ക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് പല ആറ് വരയ്ക്കാം. പക്ഷെ ആറെല്ലാം y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു കേസിന് പകരം ഒരു സർക്കിളിലായിരിക്കും എല്ലാ പോയിന്റും. ഇനി ഈ സർക്കിളിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ a ആണ്. ഓക്കെ, അപ്പൊ ഈ സെന്റർ എന്ന് പറഞ്ഞാൽ a0 ആണ്. ഇനി നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന വെച്ചോ, ഇത് ജസ്റ്റ് ഒരു പോയിന്റ് പറയാം, ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ സെന്റർ തൊട്ട് ആ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് ആണ് 6. പലർക്കും തിരിഞ്ഞു വന്ന സാധനം കൊണ്ട് ഈ 6നെ റേഡിയസ് ആയിട്ട് തെറ്റിദ്ധരിക്കും. ഇത് 6 റേഡിയസ് അല്ല, ഈ 6 സെന്ററിൽ നിന്ന് അവിടം വരെയുള്ള പോയിന്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ യൂഷ്വലി ഇപ്പൊ എപ്പോഴും 6 0 ഗ്രേറ്റർ ആയിട്ട് എടുക്കാറുണ്ട്, നെഗറ്റീവ് 6 ഇപ്പൊ എടുക്കാറില്ല, നമ്മൾ പറഞ്ഞു തന്നല്ലോ ഓൾറെഡി. അപ്പം 6 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, അത് റേഡിയസ് അല്ല, റേഡിയസ് എന്ന് പറഞ്ഞാൽ a ആണ്. ഓക്കെ, നമുക്ക് ഈ സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം. എന്ത്? എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ. കാരണം സെന്റർ a0. അപ്പൊ എക്സ് മൈനസ് എയുടെ ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സും, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈയും. ഓക്കെ, പൈതഗോറസ് തിയറം വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ മൈനസ് 2ax ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അതിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആർ സ്ക്വയർ മൈനസ് 2x എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ആർ സ്ക്വയർ മൈനസ് 2a ഇൻറ്റു ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ഇതെങ്ങനെ കിട്ടി? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേണ്ട എങ്ങനെ വരുമെന്നുള്ളത് നമ്മൾ അവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്, ഒന്നുകൂടെ പറയുന്നില്ല. അപ്പം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പൊ എന്ത് കിട്ടും? ആർ സ്ക്വയർ മൈനസ് 2ar കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആറിനെ കോമൺ എടുക്കാം. അപ്പൊ ആർ മൈനസ് 2a കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇങ്ങനെ എടുത്താൽ ആർ എയ്തർ ഒന്നെങ്കിൽ 0 ആയിരിക്കും,
അല്ലെ ആർ ഈക്വൽ ടു 2a cos θ ആയിരിക്കും. ഓക്കെ, ഇതാണ് വരാൻ പോകുന്നത്. ഇനി ഇവിടെ ഇത് കണ്ട ആർ ഈക്വൽ ടു 2a cos θ. ഇവിടെ നമുക്ക് റേഞ്ച് എടുക്കാം. നമ്മൾ തൊട്ട് മുമ്പേതാ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നമുക്കൊരു പോയി ഇവിടെ നമുക്കൊരു റേഞ്ച് കിട്ടിയല്ലോ. എന്ത് ആർ ഈക്വൽ ടു 1/sin θ. അത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് കുറെ ആറുകൾ അതിന് കറസ്പോണ്ടിങ് തീറ്റ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. ഇവിടെ എന്താ ആറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് തീറ്റ. ഇവിടെ നമുക്ക് തീറ്റയുടെ റേഞ്ച് എടുക്കാം. എന്തായിരിക്കും തീറ്റയുടെ റേഞ്ച്? തീറ്റയുടെ റേഞ്ച് -π/2 തൊട്ട് π/2 വരെ വരും. ഇത് കണ്ടോ, ഇവിടം തൊട്ട് -90° തൊട്ട് +90° വരെ. അത് -90° എന്ന് പറയുമ്പോൾ -π/2 തൊട്ട് +90° π/2. അതിന്റെ കാരണം എന്താ? ഇത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയ സർക്കിൾ പോയി. സർക്കിൾ ഇതാ ഈ ഇത്രയും ഭാഗത്തെ സർക്കിൾ ഇരിപ്പുള്ളൂ. അപ്പൊ നമ്മുടെ ആംഗിൾ ഈ പോയിന്റ് നമ്മുടെ സർക്കിളിൽ കൂടെ പോകത്തുള്ളൂ. അപ്പൊ കറസ്പോണ്ടിങ് തീറ്റ ഇവിടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. കണ്ടില്ലേ, ഇതിന് വെളിയിൽ പോയ കണ്ട ഈ π/2 ക്രോസ് ചെയ്ത് ഇവൻ വെളിയിൽ പോയ ഇവന്റെ പോയിന്റ് ഇവിടെ ആയിരിക്കണം. പക്ഷെ ഇവിടെ സർക്കിൾ ഇല്ല, സർക്കിൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ റേഞ്ച് ആരാ? -π തൊട്ട് π വരെ. പക്ഷേ എങ്കിൽ ഇതിന് വെളിയിൽ പോയാൽ എന്ത് സംഭവിക്കുന്നത് അറിയാം? അതായത് നമ്മൾ തെറ്റിദ്ധരിച്ച് -π/2 to π/2 വരെ നമ്മൾ എന്ത് ചെയ്ത് അതിന് വെളിയിൽ ഇറങ്ങി നോക്ക്. അതിന് വെളിയിൽ ഇറങ്ങി എന്ത് സംഭവിക്കും? 0 തൊട്ട് 2π വരെ പറഞ്ഞ എന്ത് സംഭവിക്കും? കണ്ടേ, ഇങ്ങനെ ഇരിക്കുക. 0 എവിടം തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം? നമ്മൾ കാണിച്ചു തരാം. ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ, സർക്കിളിനെ മൊത്തം ട്രേസ് ചെയ്തു, വെളിയിൽ പോയി. കണ്ടോ, ഇത് വെളിയിൽ പോയി. ഇതാണ് ഈ ലൈനാണ് നമ്മുടെ പോയിന്റിനെ തൊടുന്നത്. കണ്ടോ, അവിടെ തൊട്ട് 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 വെളി ഇറങ്ങി. കണ്ടോ, ഈ ലൈൻ വെളിയിലായി ഇപ്പൊ. ഓക്കെ, അവിടെ സർക്കിളേ ഇല്ല, അവിടെ കൊള്ളിക്കാൻ സർക്കിളേ ഇല്ല. ഇത് കണ്ട, ഇവിടെ സർക്കിളിനെ കൊള്ളുന്നുണ്ട്, ഇവിടെ കണ്ട സർക്കിളേ ഇല്ല. കണ്ടില്ലേ? അതായത് -π/2 തൊട്ട് ഇവിടെയും π/2 വരെ സർക്കിളിനെ കൊള്ളുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വെളിയിൽ പോയി സർക്കിളിനെ വർക്ക് ചെയ്തില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്നുണ്ടോ? കണ്ടേ, ഇത് ഇവിടം വരെ കഴിഞ്ഞാൽ ബാക്ക് ട്രേസ് ചെയ്യും. കണ്ടോ, നമ്മൾ -r കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. r ലെസ് ദാൻ θ ഇപ്പം. കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റിലോട്ട് വന്ന r നെഗറ്റീവാ. r നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബാക്ക് ട്രേസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഒരു വട്ടം സർക്കിളിനെ ഇങ്ങനെ മൊത്തത്തിൽ ട്രേസ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രേസ് ചെയ്യും. കണ്ടോ, അപ്പൊ സർക്കിളിനെ 2 വട്ടം കയറി ട്രേസ് ചെയ്യും. മനസ്സിലായോ? ശരിക്കും നമുക്ക് 2 വട്ടം ട്രേസ് ചെയ്യണ്ടല്ലോ, നമുക്ക് ഒറ്റ വട്ടം ട്രേസ് ചെയ്യുന്ന റേഞ്ച് അറിഞ്ഞാൽ പോരെ. 2 വട്ടം എന്തിനാ ട്രേസ് ചെയ്യുന്നത്? കാരണം ഇവിടെ സർക്കിൾ ഇല്ലല്ലോ. ഇവിടെ സർക്കിൾ ഇല്ലാണ്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ പറയുക, അത് വീണ്ടും ബാക്ക് ട്രേസ് ചെയ്ത സർക്കിളിനെ തന്നെ ഉണ്ട്. ഇനി റേഞ്ച് -π/2 ലെസ് ദാൻ θ ലെസ് ദാൻ π/2 എന്ന് തന്നെ വരണമെന്നില്ല. വേറെ രീതിയിൽ എടുക്കാം. എങ്ങനെ? വേണ്ടേ, തീറ്റ തൊട്ട് 0 തൊട്ട് π വരെ എടുക്കുന്നുണ്ട്. ഓൾറെഡി നമുക്കറിയാം ബാക്ക് ട്രേസ് ചെയ്യുന്നത്. അപ്പൊ വേണ്ട, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വന്ന് 90 വരെ. പിന്നെ ബാക്ക് ട്രേസിങ് താഴത്തെ ഭാഗം നോക്കിക്കോളും. ഇവിടെ ആദ്യത്തെ ടോപ്പ് നോക്കും, ബാക്ക് ട്രേസിങ് താഴത്തെ ടോപ്പ് നോക്കിക്കോളും. കണ്ടോ? ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നേ ഉള്ളൂ. ചെറിയൊരു എക്സാമ്പിളാ. കൺഫ്യൂഷൻ ആയെങ്കിൽ നിങ്ങളത് വിട്ടു കളഞ്ഞാൽ കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് ഈ എന്താണ് വിഷ്വൽസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജെമിനിക്കോ ChatGPTക്കോ എല്ലാം അടിച്ചു കൊടുത്തിട്ട് ചോദിച്ചാൽ മതി എന്താണ് ഈ റേഞ്ച് ഇങ്ങനെയായത്. കാരണം ഇത് ഓൾറെഡി ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇത് എന്തുകൊണ്ടാണ് കണ്ട -π/2 തൊട്ട് π/2 വരെ വന്നാലേ ഇത് വർക്ക് ചെയ്യും. കാരണം അത് കഴിഞ്ഞ് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ ഇല്ല. കണ്ട, ഈ ഓടുന്ന ഇതാണ് നമ്മുടെ ആറിനെ ട്രേസ് ചെയ്യുന്നത്. ഓക്കെ, -π/2 വെളിയിലും പോയി ഇവിടെ ട്രേസ് ചെയ്യാൻ ഇവിടെ സർക്കിൾ ഇല്ല. കണ്ട, അതാ ഇവിടെ സംഭവിക്കുന്നത്. കണ്ട, വെളിയിൽ പോന്നു, പക്ഷെ ഇവിടെ ട്രേസ് ചെയ്യാൻ സർക്കിൾ ഇല്ല. അപ്പൊ എന്നിട്ട് ആറ് നെഗറ്റീവിന്റെ ബാക്ക് ട്രേസ് ചെയ്ത് ഒന്നുകൂടെ കയറി വരച്ചു. ഓക്കെ, ആ ഇന്റർവെല്ലിലെ സർക്കിളിനെ നമ്മൾ 2 വട്ടം കയറി ട്രേസ് ചെയ്ത്. ദാറ്റ്സ് എ ഫോളിഷ്നെസ്. ഇവിടെ നോക്ക്, ഇവിടെയും കറക്റ്റാ. ഇവിടെ 0 തൊട്ട് π/2 വരെ. അതിന്റെ ആദ്യത്തെ പകുതി നോർമലി ട്രേസ് ചെയ്യും, ബാക്കി പകുതി നെഗറ്റീവ് ട്രേസ് ചെയ്യും. That's all.